ഇസ്രായേലുമായി നയതന്ത്ര സാമ്പത്തിക ബന്ധം വിച്ഛേദിച്ച് ബഹ്റൈൻ. ഇസ്രായേലിലെ ബഹ്റൈൻ അംബാസിഡറെ തിരിച്ചു വിളിച്ചു. ബഹ്റൈനിലെ ഇസ്രായേൽ അംബാസിഡർ രാജ്യം വിട്ടു. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് നിലപാടെന്ന് ബഹ്റൈൻ പാർലമെന്റ് അറിയിച്ചു. മനാമയിൽ നിന്ന് സിറാജ് പള്ളിക്കരയാണ് ചേരുന്നത്. സിറാജ്, നേരത്തെ തന്നെ പല രാജ്യങ്ങളും ഇത്തരത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെയൊക്കെ ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വിളിച്ചിരുന്നു. ഇപ്പോൾ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നടപടി കടുപ്പിക്കുന്നു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനോടുള്ള നിലപാട് കടുപ്പിച്ചു തന്നെയാണ് ബഹ്റൈൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ ബഹ്റൈൻ തീരുമാനമെടുത്തതായി പാർലമെന്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അംബാസഡർ രാജ്യം വിട്ടതായും ഇസ്രായേലിന്റെ അംബാസഡർ രാജ്യം വിട്ടതായും ഇസ്രായേലിലെ ബഹ്റൈൻ അംബാസഡറെ തിരികെ വിളിച്ചതായും പാർലമെന്റ് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇസ്രായേലും ബഹ്റൈനും തമ്മിൽ സുരക്ഷാ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. ഇസ്രായേലും ഒരു ഗൾഫ് രാജ്യവും തമ്മിലുള്ള ആദ്യ സുരക്ഷാ സഹകരണ കരാറിലായിരുന്നു ആ ഘട്ടത്തിൽ ബഹ്റൈനും ഇസ്രായേലും ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും അതുപോലെ മേഖലയുടെ സ്ഥിരതയ്ക്കും സംഭാവന നൽകുന്ന സുപ്രധാനമായ പ്രതിരോധ കരാറിലായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ ഒപ്പുവെച്ചത്. രഹസ്യാന്വേഷണം, സൈന്യങ്ങൾ തമ്മിലുള്ള സഹകരണം, വ്യാവസായിക സഹകരണം, അങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉണ്ടായിരുന്നു. ബഹ്റൈനിലെ ഇസ്രായേൽ എംബസി മനാമയിൽ പ്രവർത്തനം ആരംഭിച്ചതും ഈ സഹകരണത്തിന് ശക്തി പകർന്നിരുന്നു. അതുപോലെ ഗൾഫ് എയർ ബഹ്റൈനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള സർവീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ഈ കൂട്ടക്കുരുതിയോട് ശക്തമായ പ്രതികരണമായി വേണം ബഹ്റൈന്റെ നിലപാടിനെ വിലയിരുത്താൻ. സ്നേഹ.